നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനും CPIM-നുമെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വ്യക്തിപൂജയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാർഗമായോ നയമായോ ഉൾക്കൊള്ളാൻ പാടില്ല. അതുണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പരാജയപ്പെട്ടത് ഗൌരവതരമാണ്. CPIM വിട്ട് വലതുപക്ഷത്തേക്ക് പോയ 3 പേർ വിജയിച്ചത് വലിയ മുന്നറിയിപ്പാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വ്യക്തിപൂജയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാർഗമായോ നയമായിട്ടോ ഉൾക്കൊള്ളാൻ പാടില്ല. അതൊരു പിഴവാണ്. വ്യക്തിപൂജയുടെ പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റാണത്. ഒരിക്കലും ഇടതുപക്ഷം പരാജയപ്പെട്ടു കൂടാത്ത സ്ഥലങ്ങളുണ്ട് ചിലത്. അവിടെ അടക്കം പരാജയപ്പെട്ടു. ആ പാർട്ടിയുടെ ചേരി വിട്ട് വലതുപക്ഷ ഭാഗത്തേക്ക് പോയ 3 പേർ ജയിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല അത്. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യാനുള്ള CPIM പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന് പോളിറ്റ് ബ്യൂറോയിൽ ധാരണയാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഈ പോളിറ്റ് ബ്യൂറോ യോഗം തുടരുകയാണോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാമോ? CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യോഗം ഇന്ന് വൈകിട്ട് 7:30 വരെ തുടരും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രകടനം അത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത്. അതിന്റെ പ്രധാന അജണ്ട എങ്കിൽ പോലും ഈ യോഗം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന ഒരു നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായി സർക്കാരിനെ നയിച്ചത് അദ്ദേഹമാണ്. ഈ തെരഞ്ഞെടുപ്പിലും നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ തുടരുന്നതാണ് LDF-ന് ഗുണകരമാവുക എന്നുള്ളതാണ് നിലപാട്. ഒപ്പം തന്നെ നേരത്തെ VS അച്യുതാനന്ദൻ 2011 മുഖ്യമന്ത്രിയായതിനു ശേഷം പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഈ പദവി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. അദ്ദേഹമാണ് ആ പദവിയിലേക്ക് എത്തുന്നത് എങ്കിൽ, കാരണം അദ്ദേഹത്തിന്റെ ഘടകം പോളിറ്റ് ബ്യൂറോ ആണ്. ഒപ്പം തന്നെ 75 വയസ്സ് പ്രായപരിധി പാർട്ടി നേരത്തെ പദവികൾക്കായി തീരുമാനിച്ചിരുന്നു. പിണറായി വിജയൻ 75 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, പിന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 തവണ മുഖ്യമന്ത്രിയാകുന്നതിനും പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നതിനും ഇളവുകൾ പാർട്ടി നൽകിയിരുന്നു. ഇക്കാര്യത്തിലും അത്തരത്തിൽ പാർട്ടി യോഗം ചേർന്ന ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഈ ഒരു ഘട്ടത്തിൽ നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നില്ല. കാരണം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടക്കും. പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അവലോകനവും ഉണ്ടാകും. അതോടൊപ്പം ഈ വിഷയം കൂടി ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ് നിലവിൽ നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചർച്ചകൾ നാളത്തേക്ക് നീണ്ടുപോയേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആരംഭിച്ച ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. ഔപചാരികമായി സാങ്കേതികമായി പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗമാണ്. അതിനിടെ CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതും സാഹചര്യം അല്പം സങ്കീർണമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവുകയാണെങ്കിൽ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായി CPIM-ൽ നിന്ന് തന്നെ വന്നിരുന്നു. ആ ഒരു സാഹചര്യം പറ്റാത്ത ഒരു സാഹചര്യത്തിന് വഴിവെക്കും CPI-ക്ക് ഈ ഒരു പദവി വിട്ടു നൽകേണ്ടി വന്നാൽ എന്നുള്ളതും ഈ സാഹചര്യം കൂടുതൽ ഗൗരവതരമാക്കുന്നുണ്ട്. എന്നാൽ എന്തായാലും ആദ്യഘട്ടത്തിൽ CPM മറുപടി നൽകിയിരിക്കുന്നത് അത്തരത്തിൽ അത് ഭരണഘടനാപരമായ ഒരു പദവിയല്ല എന്നുള്ളതാണ്. എങ്കിലും CPI ഇതുവരെയും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ പോലും ആ പദവിക്ക് തങ്ങൾക്ക് അർഹതയുണ്ട് എന്നും, ഒപ്പം തന്നെ 2 നേതാവും ഉപനേതാവും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ വേണം എന്നുള്ള കീഴ്വഴക്കമില്ല എന്നുമുള്ളതുമാണ് CPI-യുടെ നിലപാട്. ഇക്കാര്യങ്ങളും പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.